വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്റ്റും നെക്സ്റ്റ് ജേസും തമ്മിലുള്ള വ്യത്യാസവും. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളതാണ് ഈ റിയാക്റ്റിന് എന്താണ്, നെക്സ്റ്റ് ജേസ് എന്താണ്, ഇത് എവിടെ ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ടോപ്പിക് നമ്മൾ ഇന്ന് ഫുള്ളി തീർക്കാൻ പോവുകയാണ്. ആദ്യം നമുക്ക് റിയാക്ട് നോക്കാം. റിയാക്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറിയാണ്, ഫ്രെയിം വർക്കാണ് റിയാക്ട് എന്ന് പറയുന്നത്. ഈ റിയാക്ട് നെക്സ്റ്റ് ജേസിനെ വെച്ച് നോക്കുമ്പോൾ റിയാക്ട് എന്താണ്, ഒരു എഞ്ചിനും ബോഡിയുള്ള ഒരു കാറ് കണക്കാണ് നമുക്ക് ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്യാൻ കിട്ടുന്നത്. അതിൻ്റെ അകത്ത് വീല്, സീറ്റ്, മറ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ സെറ്റപ്പ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ലൈക്ക് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. പക്ഷെ നെക്സ്റ്റ് കേസ് പറഞ്ഞാൽ റിയാക്റ്റിന് മുകളിൽ റാപ്പ് ചെയ്തുണ്ടാക്കിയ ഒരു ഒരു ഫ്രെയിം വർക്കാണ് നെക്സ്റ്റ് ജേസ്. അതായത് റിയാക്റ്റിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്ത ഒരു റിയാക്റ്റിന് തന്നെ ഒരു ടോപ്പ് ഫ്രെയിം വർക്കാണ് നെക്സ്റ്റ് ജേസ്. ഇതെന്ന് പറഞ്ഞാൽ കാറും എല്ലാം ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫുള്ള് സെറ്റ് കാറ് കിട്ടും. ആ കാറിനെ നമ്മൾ പിന്നെ അങ്ങ് മോഡിഫൈ ചെയ്തെടുത്താൽ മതി. റിയാക്റ്റും നെക്സ്റ്റ് ജേസും വേണ്ട സമയത്ത് പലരും കേൾക്കുന്ന കുറച്ച് ടോപ്പിക്കാണ് ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ്, സെർവർ സൈഡ് റെൻഡറിങ്, സ്റ്റാറ്റിക് സൈഡ് ജനറേഷൻ. അപ്പം ഈ ടോപ്പിക്ക് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിയാക്റ്റിനുള്ള വ്യത്യാസം മനസ്സിലാവും. ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് എന്താണെന്ന് വെച്ചാൽ, അതായത് നിലവിൽ ഇപ്പോൾ നമുക്കൊരു റിയാക്റ്റ് ആപ്ലിക്കേഷൻ, നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ വീഡിയോ കണ്ടവരാണെന്ന് പ്രതീക്ഷിക്കുന്നത്, ഇവിടെ ചെറിയ രീതിയിൽ ജാവാസ്ക്രിപ്റ്റ് ഒന്ന് ഉപയോഗിക്കും. നിലവിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ, റിയാക്റ്റ് ഫുള്ള് ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്. ആ ജാവാസ്ക്രിപ്റ്റ് ഫയല് ഇപ്പോൾ യൂസറിൻ്റെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഡൗൺലോഡായി അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിനെ HTML ആക്കി നമ്മൾ യൂസറിൻ്റെ ലോക്കൽ കമ്പ്യൂട്ടറിൽ, ലോക്കൽ മൊബൈലിൽ എന്താണ് ഇത് റണ്ണ് ചെയ്യിപ്പിച്ചിട്ട് അത് HTML മാറ്റി HTML ആക്കുമ്പോഴാണ് ആ യൂസറിൻ്റെ മൊബൈലിൽ ആ ഒരു വെബ് ആപ്ലിക്കേഷൻ കാണാൻ കഴിയുന്നത്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിപ്പോൾ ഒരു കോഡാണ്, റിയാക്റ്റിൻ്റെ ഒരു സിമ്പിൾ കോഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു അറേ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 വരെയുള്ളൊരു അറേ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്താണ് ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് റിയാക്റ്റ് ആപ്പ് എന്താണ് ഹെഡിങ് കൊടുത്തേക്കുന്ന ലിസ്റ്റ്, അൺഓർഡേഡ് ലിസ്റ്റ് ആയിട്ട് എന്താണ് ഈ മാപ്പ് ഫംഗ്ഷനൊക്കെ ഞാൻ ജാവാസ്ക്രിപ്റ്റിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുള്ള 1 2 3 വാല്യൂ ഓരോന്നായിട്ട് എന്താണ് നമുക്കിങ്ങനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നതാണ്, അതായത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ അപ്പോൾ ഈ മാപ്പ് റണ്ണായി കഴിയുമ്പോൾ H2ൻ്റെ അകത്ത് 1 2 ഇത് മൊത്തം നമുക്ക് HTML ആയിട്ട് കാണിക്കും. അപ്പോൾ ലൈക്ക് ഇതിൻ്റെ അകത്ത് ഇതേ കോഡ്, ഇപ്പോൾ സിമ്പിൾ കോഡാണ് ഇത്, നമ്മളെ മൊബൈലിൽ വന്നിട്ട് മൊബൈലിൻ്റെ അകത്ത് വെബിൻ്റെ അകത്ത് ജാവാസ്ക്രിപ്റ്റ് റൺ ടൈം എൻവയോൺമെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് മൊബൈലിലെ ബ്രൗസറിൽ ഈ ജാവാസ്ക്രിപ്റ്റ് റണ്ണായിട്ട് അതിൽ നിന്ന് HTML ഉണ്ടാക്കി ആ HTML ആണ് ഡിസ്പ്ലേ ആവുന്നത്. അപ്പോൾ ഈ ഓരോ ലിസ്റ്റിൻ്റെ അകത്തുള്ള വാല്യൂ എല്ലാം സെറ്റപ്പ് ആക്കി ഇതൊരു HTML ആക്കി മാറ്റി, ഈ ജാവാസ്ക്രിപ്റ്റ് ഫയല് HTML ആക്കി മാറ്റിയിട്ടാണ് മൊബൈലിൽ നമുക്ക് കാണത്തുള്ളൂ. ഓക്കെ, ഇത് ഇനി നമുക്ക് സെർവർ സൈഡ് റെൻഡറിങ് കൂടെ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഞാനിവിടെ കമ്പയർ ചെയ്ത് പറയാം. സെർവർ സൈഡ് റെൻഡറിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ മൊബൈലിൽ ജാവാസ്ക്രിപ്റ്റ് വന്നപ്പം നമ്മൾ നേരത്തെ ഇതിൽ കണ്ടല്ലോ 1 to 10 അറേൻ്റെ അകത്തുള്ള വാല്യൂ ആ അൺഓർഡേഡ് ലിസ്റ്റിൻ്റെ അകത്ത് മാപ്പ് വഴി എടുത്തെടുത്ത് അതിനെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചാണ് മൊബൈലിൻ്റെ അകത്തുള്ള കമ്പ്യൂട്ടിംഗ് പവർ ഉപയോഗിച്ചാണ് കാണിക്കുന്നത്. ഇതേ കാര്യം മൊബൈൽ മാറി സെർവറിൽ തന്നെ ചെയ്യും. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ റിക്വസ്റ്റ് അയച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റ സെർവർ ഇതിനെ HTML ആക്കി മാറ്റി ആ HTML ഫയൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിലോട്ട് അയക്കും. അപ്പോൾ പെട്ടെന്ന് ലോഡാവും. ആ ജാവാസ്ക്രിപ്റ്റ് ഫയൽ നമ്മുടെ മൊബൈലിൽ വന്ന് അത് റണ്ണാക്കി HTML ആക്കി മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ആ ഒരു വെബ് ആപ്ലിക്കേഷൻ കാണത്തുള്ളൂ. അതേസമയം സെർവർ സൈഡ് റെൻഡറിങ് വരുന്ന സമയത്ത് ഇതേ ആപ്ലിക്കേഷൻ സെർവർ തന്നെ ഈ ഡാറ്റ എടുത്ത് ഈ ജാവാസ്ക്രിപ്റ്റ് ചെയ്ത് HTML ഫയലാക്കി മാറ്റി ആ ഫയല് നമ്മളെ കമ്പ്യൂട്ടറിൽ വയ്ക്കും. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഇതങ്ങ് ലോഡാവും. അതായത് അപ്പോൾ ഇതേ സൈഡ് ഇവിടെ ഇതേ പ്രോഗ്രാം നമ്മളെ കമ്പ്യൂട്ടറിൽ വന്ന് അത് ലോഡായി റണ്ണായി HTML ആക്കി മാറ്റിയാലേ നമുക്ക് കാണത്തുള്ളൂ മൊബൈലിൻ്റെ അകത്ത്. അതേസമയം സെർവർ സൈഡ് റെൻഡറിങ് വരുന്ന സമയത്ത് ഇതുപോലെ HTML ഫയലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് പെട്ടെന്ന് റെൻഡർ ചെയ്യാൻ കഴിയും.
അപ്പോൾ ഇതാണ് ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ്ങും. ക്ലയൻറ്റിൻ്റെ മൊബൈലിൽ റെൻഡർ ആവുന്നതിനെയാണ് ക്ലയൻറ്റ് സൈഡ് റെൻഡറിങ് ഈ ജാവാസ്ക്രിപ്റ്റ് ഫയൽ റൺ ആവുന്നത്. സെർവർ സൈഡ് റെൻഡറിങ് എന്ന് പറഞ്ഞാൽ ഈ ജാവാസ്ക്രിപ്റ്റ് ഫയൽ സെർവർ സൈഡിൽ റണ്ണായി HTML ആക്കി എന്താണ് ക്ലയൻറ്റിന് അയക്കും. സ്റ്റാറ്റിക് സൈറ്റ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ നോർമലി ഇപ്പോൾ HTML നമ്മൾ കഴിഞ്ഞ പ്രൊജക്റ്റ് ടൈൽവിൻ സീസിൻ്റെ അകത്ത്, അപ്പോൾ അതുപോലെ HTMLൻ്റെ അകത്ത് ടൈൽവിൻ സീസ് ഉപയോഗിച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ട് അത് നെക്സ്റ്റ് ജേസിലോട്ട് ആക്കി നെക്സ്റ്റ് ജേസിൻ്റെ അകത്ത് HTML സൈറ്റ് ബിൽഡ് ചെയ്ത് അത് ഡിപ്ലോയ് ചെയ്യും. അതിൻ്റെ അകത്ത് വേറെ ഡാറ്റ എടുക്കാനോ അങ്ങനെ ഒന്നുമില്ല, ഇവിടെ ഡാറ്റ വരുന്ന പ്രോസസ്സിങ് ഒന്നുമില്ല. നോർമലി ഒരു സ്റ്റാറ്റിക് സൈറ്റ് നെക്സ്റ്റ് ജേസി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മെയിൻലി റിയാക്റ്റും നെക്സ്റ്റ് ജേസും തമ്മിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം SEOയുടെ പ്രശ്നം പറ്റില്ല, വേറെ ഒരു മാറ്ററും അല്ല. ഇപ്പോൾ റൗട്ടിംഗ് ഉണ്ട്, റൗട്ടിംഗ് ആണെങ്കിൽ നമ്മൾ റിയാക്റ്റിൻ്റെ അകത്ത് എന്താണ് ഇപ്പം സ്ലാഷ് എബൌട്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജിൽ പോകണം, സ്ലാഷ് കോൺടാക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പം ആ പേജിൽ പോകണം. ഓക്കെ, അത് റൗട്ടിങ് നെക്സ്റ്റ് ജേസിൻ്റെ അകത്ത് ഓൾറെഡി തന്നെ ഫോൾഡർ സ്ട്രക്ചർ വഴി നമുക്ക് അങ്ങനെ റൗട്ട് ചെയ്യാൻ പറ്റും. റിയാക്റ്റിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ഒരു NPM വിളിച്ച് റിയാക്ട് റൗട്ട് എന്ന് പറഞ്ഞാൽ NPM വിളിച്ച് നമ്മൾ എന്താണ് നമ്മൾ എക്സ്ട്രാ നമ്മൾ എന്തിനു സെറ്റപ്പ് ചെയ്യണം. പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ നെക്സ്റ്റ് ജേസ് റിയാക്ട് നമ്മളുടെ പ്രശ്നം SEO ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ റിയാക്റ്റ് വരുന്ന ടൈമിൽ ഇപ്പോൾ സെർവർ ഇപ്പോൾ നമ്മളെ ഗൂഗിളിൻ്റെ ക്രോളർ എന്ന് പറഞ്ഞൊരു ക്രോളർ വന്നാണ് എന്ത് ചെയ്യുന്നത്, ഓരോ വെബ്സൈറ്റിൽ നിന്നും വേണ്ട കണ്ടൻറ് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വെബ്സൈറ്റിന് ടോപ്പിക് കൊണ്ടുവരുന്നത് SEO ചെയ്യുന്നത്. പക്ഷേ റിയാക്റ്റ് വരുന്ന ടൈമിൽ ഇതെന്താണ്, ഈ ജാവാസ്ക്രിപ്റ്റ് ഫയല് നമ്മളെ വെബിൽ വന്ന് അത് റണ്ണായി. അപ്പോൾ ആ ഒരു ഇത് എടുക്കുമ്പം റിയാക്റ്റിൻ്റെ അകത്ത് SEO ബെറ്റർ അല്ല, റിയാക്റ്റ് ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആവത്തില്ല. അതായത് 1 or 2 സെക്കൻഡ് അല്ലെങ്കിൽ മില്ലി സെക്കൻഡ് ലേറ്റൻസി വരും. അതാണ് ഇവിടെ കണക്കാക്കാനുള്ള വലിയ ടൈം ഡ്യൂറേഷൻ അല്ല. പക്ഷേ എന്താണ്, അതുകൊണ്ട് തന്നെ ഈ റിയാക്റ്റിൻ്റെ അകത്ത് ഇപ്പം ഗൂഗിളിൻ്റെയൊക്കെ സെർച്ച് എഞ്ചിന് വേണ്ടിയുള്ള ഡാറ്റ ക്രോൾ ചെയ്യുന്നതിന് വേണ്ടി വളരെ ടഫാണ് റിയാക്റ്റിൻ്റെ അകത്ത് വന്നത് ചെയ്യുക എന്ന് പറഞ്ഞാൽ. എന്നാൽ നെക്സ്റ്റ് ജേസിൻ്റെ അകത്ത് ഈ കാര്യം എളുപ്പമാണ്. കാരണം നെക്സ്റ്റ് ജേസിൻ്റെ അകത്തുള്ള സൈറ്റ് എന്താണ്, സെർവർ സൈഡ് റെൻഡറിങ് ആണ്, പെട്ടെന്ന് തന്നെ ലോഡാകും. കാരണം സെർവറിൽ നിന്ന് HTML ഫയൽ വരുന്ന അപ്പം തന്നെ ലോഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ SEO ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ഇതാണ് ഫൈനൽ സ്റ്റേജ് വരുന്നത്. SEO ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെബ് ആപ്ലിക്കേഷൻസ് നെക്സ്റ്റ് ജേസിൽ ബിൽഡ് ചെയ്യണം. അതുപോലെ തന്നെ ഹെവി ഡൈനാമിക് ആയിട്ടുള്ള ഒരുപാടധികം ഡൈനാമിക് ഫീച്ചേഴ്സ് ഉള്ള ഒരുപാടധികം സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്താണെന്ന് ട്യൂട്ടോറിയൽ വരുന്നതായിരിക്കും. ഒരുപാടധികം വേരിയബിൾസും ഡാറ്റാസും മാനേജ് ചെയ്യാനുള്ള വലിയ ആപ്ലിക്കേഷൻസ് എന്തിൽ ബിൽഡ് ചെയ്യുക, റിയാക്റ്റിലും. ഇപ്പോൾ അതായത് ഞാൻ പറഞ്ഞുതരാം, നെക്സ്റ്റ് ജേസ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്താണ് ഒരു കൊമേഴ്സ് ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബ്ലോഗിങ് സൈറ്റ് ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വാർത്താ സൈറ്റ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് SEO ഇമ്പോർട്ടൻ്റ് ആണ്, സെർച്ചിൽ ടോപ്പ് ചെയ്യണം. അപ്പോൾ വാർത്ത സെർച്ച് ചെയ്യുമ്പം ഗൂഗിളിൻ്റെ ക്രോളർ വന്ന് എന്താണ് അവരെ പേജിൽ നിന്നും ഈ വാർത്തയുടെ ഡാറ്റ എടുത്താൽ ഇവർ ടോപ്പിൽ വരത്തുള്ളൂ. അപ്പം അങ്ങനത്തെയൊക്കെയുള്ള വെബ്സൈറ്റ്, ഇപ്പം കൊമേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഷൂസ് എന്ന് സെർച്ച് ചെയ്യുമ്പം ആ വെബ്സൈറ്റിൻ്റെ അകത്ത് വന്ന് ഗൂഗിളിൻ്റെ ക്രോളർ വന്ന് എന്താണ് ഈ ഡാറ്റ എടുത്തുകൊണ്ട് പോയാൽ മാത്രമേ ഷൂസ് എന്ന് സെർച്ച് ചെയ്യുമ്പം ആ ക്ലയൻറ്റിൻ്റെ വെബ്സൈറ്റ് ടോപ്പിൽ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സൈറ്റുകൾ, ഈ ഡാറ്റ SEO ഹൈലി ആവശ്യമുള്ള സൈറ്റുകൾ എന്തിൽ ബിൽഡ് ചെയ്യുക, നെക്സ്റ്റ് ജേസിൽ ബിൽഡ് ചെയ്യുക. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേസമയം റിയാക്റ്റിൽ ബിൽഡ് ചെയ്യേണ്ടത് അഡ്മിൻ പാനൽ, ഡാഷ്ബോർഡ്, ഇൻറ്റേർണൽ ടൂൾസ്. അതായത് ഇപ്പം നിങ്ങളൊരു SaaS ആപ്ലിക്കേഷൻ, ഒരു വാട്സപ്പ് ഓട്ടോമേഷൻ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു വെബ് ആപ്പ്, അതായത് വാട്സപ്പിൽ മെസ്സേജ് ഓട്ടോമേറ്റായിട്ട് റെസ്പോൺസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നോഡൊക്കെ പിടിച്ച് കൊടുക്കാണ്ട് അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്താണ് അത് ബിൽഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു നോ കോഡ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻസ് എന്തിൽ ബിൽഡ് ചെയ്യണം, റിയാക്റ്റിൻ്റെ അകത്ത് ബിൽഡ് ചെയ്യണം. കാരണം ഇവിടെയൊക്കെ SEO ഇവിടെ ഫങ്ഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. SEO ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നെക്സ്റ്റിലും, ഫങ്ഷൻസും ഹെവി ഡൈനാമിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് റിയാക്റ്റിലും ബിൽഡ് ചെയ്യുക. ഈ സെർവർ സൈഡ് റെൻഡറിങ്ങിന് ഒരു വലിയ പ്രത്യേകത പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സെർവറിലാണ് റെൻഡർ ചെയ്യുന്നതുകൊണ്ട് റിയാക്റ്റ് എടുക്കുന്നതിനേക്കാളും കമ്പ്യൂട്ടർ പവർ നെക്സ്റ്റ് ജേസ് എടുക്കും. കാരണം ഓരോ വട്ടവും റിയാക്റ്റ് ഒരു യൂസറിൻ്റെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ റൺ ചെയ്യിപ്പിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് ഫയലിൻ്റെ ആ ഒരു ലോഡ് സെർവർ താങ്ങി സെർവർ അതിനെ HTML ആക്കി അയച്ചേ പറ്റും. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഇപ്പം ബില്യൺസ് ഓഫ് യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യത്തില്ല, നമുക്ക് നെക്സ്റ്റ് ജേസിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ട് സെർവർ സൈഡ് റെൻഡറിങ്ങിന് സെർവറിൻ്റെ കമ്പ്യൂട്ടിംഗ് പവർ റിയാക്റ്റിനെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് നിലവിലുള്ളത്. പക്ഷേ SEO ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് നെക്സ്റ്റ് ജേസ് ആണ് ഏറ്റവും ബെറ്റർ
അതിന് വേണ്ടി ഈ SEOയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് Next.js നിലവിൽ അവർ ബിൽഡ് ചെയ്ത് ഇറക്കിയത് തന്നെ. അപ്പോൾ ഇതാണ് റിയാക്റ്റും Next.js തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. എന്തായാലും അടുത്ത ട്യൂട്ടോറിയൽ നമ്മൾ റിയാക്റ്റ് കവർ ചെയ്യുന്നതായിരിക്കും. റിയാക്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞ് അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് Node.jsഉം പഠിച്ച് അത് കഴിഞ്ഞ് നമ്മൾ Next.js എന്തായാലും ഇനി നല്ലൊരു ലോങ് ആയിട്ട് ഒരുപാട് ടെക്കിൻ്റെ ട്യൂട്ടോറിയൽസും ഇതുപോലത്തെ വീഡിയോസും വരുന്നതായിരിക്കും. എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ടോപ്പിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പം ഇതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.